ഇന്ന് എന്തിട്ടാണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറച്ചിയൊക്കെ വീട്ടിൽ വാങ്ങിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലാം കൂടി വെച്ച് കഴിഞ്ഞിട്ട് കാലത്തുച്ചയും വൈകുന്നേരമൊക്കെ ആയിട്ട് അതങ്ങോട്ട് കഴിക്കും. അപ്പോൾ അതിന് പകരം അതിൽ നിന്ന് കുറച്ച് കഷ്ണം എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വേറൊരു നേരത്ത് ഒരു കറിയാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ച കുറച്ച് പോർക്കിൻ്റെ കഷ്ണങ്ങളാണ് കേട്ടത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 3 സവോള എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, 3 പച്ചമുളക് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കഷ്ണത്തിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടത് വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അത് വേവിച്ചതിന് ശേഷം അതിലത്തെ വെള്ളം ഊറ്റിക്കളയണ്ട. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അത് കാരണം വെള്ളം ഞാൻ ഊറ്റിക്കളഞ്ഞിട്ടില്ല. വെള്ളം ഊറ്റിക്കളയാണ്ട് തന്നെയാണ് കറി വയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ കഷ്ണം അതിൽ കിടന്ന് വേവും ചെയ്യും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞാൻ ഇതിൽ നുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചട്ടിയിലിട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ഒരുവിധം മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് പച്ചമുളക് ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ സവോള അതിൽ കിടന്ന് നന്നായിട്ട് സവോളയും പച്ചമുളകും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കിടന്ന് നന്നായിട്ട് അങ്ങോട്ട് വാടി വരണം. ഈ സവോളയും ഇതിലിട്ടാണ് സാധനങ്ങളൊക്കെ നന്നായിട്ട് വാടി വന്നാൽ തന്നെയാണ് കറിക്കൊരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. സവോള വാടണമെങ്കിൽ ഏറ്റവും നല്ലത് ഉപ്പ് ഇടാനാണല്ലോ. അപ്പോൾ സവോള വാടണമെങ്കിൽ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. അതവിടെ കിടന്ന് വാടട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞാലോ. ഈ കറി വയ്ക്കൽ നമുക്ക് വീട്ടമ്മമാർക്ക് വലിയൊരു ഭാരമായിട്ട് തോന്നാറുണ്ടല്ലേ ചിലപ്പോൾ. പക്ഷേ എന്ത് കറി വയ്ക്കുമ്പോഴും നമ്മൾ അതിൻ്റെ ഉപ്പും മുളകും ഇത്തിരി പാകത്തിന് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് കറി ആയാലും അത് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ അതിലേക്ക് കുറച്ച് കുത്തിപ്പൊടി മുളക് ഇട്ടിട്ടുണ്ട്. ഈ കുത്തിപ്പൊടി മുളക് മാത്രം ഇട്ടിട്ട് ഇത് പോർക്ക് ഫ്രൈ ആയിട്ട് വെക്കാറുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ കുത്തിപ്പൊടി മുളക് ഇട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കഷ്ണത്തിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പോർക്കിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മതി. കുറേ മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ചിക്കനിലിടുന്ന പോലെ മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിന് ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഈ കുത്തിപ്പൊടി മുളക് തന്നെ ഇട്ട് എരിവുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മതി. ഇവിടെ ഉണ്ടായിരുന്ന മുളകിന് അത്ര എരിവുണ്ടായില്ല. അപ്പോൾ ഞാനിത്തിരി മുളക് പൊടിയും കൂടിയും ഇട്ടിട്ടുണ്ട്. ആ മുളക് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ആയി കഴിയുമ്പോൾ ഈ മസാലപ്പൊടി ഇത് ഞാൻ ഇവിടെ തന്നെ പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കുറച്ച് ഇട്ട് കഴിഞ്ഞിട്ട് ഈ വേവിച്ച് വെച്ച കഷ്ണം വെള്ളത്തോടെ ഇറക്കാണ് കേട്ടോ അതിൽ ഒഴിക്കണത്. അപ്പോൾ വെള്ളത്തോടെ ഒഴിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ഉരുളക്കിഴങ്ങും കൂടി വേവണമല്ലോ. അത് അതിലിട്ട് കഴിഞ്ഞിട്ട് വേവണമെങ്കിൽ ഇത്തിരി വെള്ളം വേണ്ടേ. അപ്പോൾ ആ വെള്ളം കുറച്ചല്ലേ ഉണ്ടായുള്ളൂ. അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ചു. ഇനി ഈ ഉരുളക്കിഴങ്ങ് ഈ പോർക്കിൻ്റെ നെയ്യിലും ആ വെള്ളത്തിലൊക്കെ കിടന്ന് കഴിഞ്ഞിട്ട് ആ ഉപ്പും മുളകും ഈ നെയ്യൊക്കെ പിടിച്ചങ്ങോട്ട് വേകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ വയ്ക്കാറുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ. പിന്നെ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ കേട്ടോ നമ്മുടെ ചാനലിൽ. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ അതിപ്പോൾ ഒരുവിധമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പോർക്കിൽ കിടന്നിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് ഇട്ടു. പിന്നെ നമ്മൾ അവസാനം ഈ വാങ്ങുന്നതിന് മുന്നേ കുറച്ച് നമ്മൾ മസാലപ്പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അവസാനം ഇറക്കണതിന് മുന്നേ കുറച്ച് മസാലപ്പൊടിയും കൂടി ഒന്നങ്ങോട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പോർക്ക് റെഡിയായി. ഇതിപ്പോൾ കുറച്ച് പോർക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു വൈകുന്നേരം നേരത്തേക്കുള്ള കറി ആവുകയും ചെയ്തു. നമ്മൾ ആദ്യം മേടിച്ചു കൊണ്ടുവന്ന് എടുത്ത് മാറ്റി വെച്ചു എന്നുള്ളത് നമുക്ക് തോന്നണമില്ല. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് നമുക്ക് കറി വയ്ക്കൽ നടന്നു. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ച കാരണം കറി ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഈ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പാത്രത്തിലേക്ക് പകർത്തി കാണിച്ചു തരേണ്ടതാണ് കേട്ടോ. അതിപ്പോൾ നിങ്ങളൊന്ന് വിചാരിക്കേണ്ട, കറി വെച്ച് കഴിഞ്ഞു. അപ്പം ഞാനതൊരു സന്തോഷത്തിന് പാത്രത്തിലേക്ക് പകർത്തുന്നുള്ളൂ കേട്ടോ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ശരി, അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബായ്.